അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ അവതരിപ്പിക്കുന്ന അറിയാത്ത അറിവുകളിലേക്ക് അവർക്കും സ്വാഗതം. റബ്ബ് സുബ്ഹാനഹു തആല ഇൽമു നേടി ജീവിക്കുന്നവരായി നാം ഏവരെയും ആക്കി തീർക്കുമാറാകട്ടെ. പഠിക്കുന്ന ഇൽമു നാഫിയാക്കി തരുമാറാകട്ടെ. ഇന്നത്തെ അറിയാത്ത അറിവുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ശാപവാക്കുകളെ കുറിച്ചാണ്. നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ, അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ വീടുകളിലുള്ള മൃഗങ്ങൾ, അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ, ഇതിനൊക്കെ പലപ്പോഴും ഉമ്മമാരും സഹോദരിമാരും ചിലപ്പോൾ പുരുഷന്മാർ തന്നെ ശാപവാക്കുകൾ അയച്ചുവിട്ടുകൊണ്ട് പണ്ടാറമെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അതിനെ പിരാവുന്ന അല്ലെങ്കിൽ ശപിക്കുന്ന രൂപത്തിൽ സംസാരിക്കാറുണ്ട്. നരകത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ കണ്ട സ്ത്രീകളിൽ ഒരു വിഭാഗം സ്ത്രീകളുടെ സ്വഭാവം അവർ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവരായിരുന്നു എന്നാണ്. അപ്പം നരകത്തിൽ അധികം സ്ത്രീകളാണ്. ആ സ്ത്രീകളിൽ ഒരു വിഭാഗം സ്ത്രീകളുടെ സ്വഭാവം അതായിരുന്നു എന്ന് തന്നെ മിറാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നരകം കാണിച്ചു കൊടുത്തപ്പോൾ ജിബ്രീൽ കാണിച്ച വിഭാഗം അവർ വലിയ ശിക്ഷ അനുഭവിക്കുന്നതായി കണ്ടു. ശാപവാക്കുകൾ, ശാപത്തെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു വസ്തുവിനെ ശപിക്കുമ്പോൾ ആ ശാപവാക്ക് ആകാശത്തിലേക്ക് പോകുമെന്നാണ്. ആകാശത്തിലേക്ക് അത് ഉയർന്നു ചെല്ലുമ്പോൾ ആകാശത്തിൻ്റെ വാതിലടയും. അപ്പം ആകാശത്തേക്ക് അത് കയറിപ്പോകൂല. ഉടനെ അത് തിരിച്ചു ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഭൂമിയുടെ വാതിലടയുമെന്നാണ്. ആ വാതിലടയുമ്പോൾ പിന്നെ പോകുന്നത് വലതു ഭാഗത്തേക്കാണ്. അവിടെയും മടക്കപ്പെടുന്നു. പിന്നെ ഇടതു ഭാഗത്തേക്ക് ആ ശാപവാക്കുകൾ പോകുന്നു. അവിടെയും മടക്കപ്പെടുന്നു. ഇനി ആ ശാപവാക്ക് അവിടെ നിന്ന് തിരിയുമ്പോൾ ആ ശപിക്കപ്പെട്ടതാരെയാണോ അതിലേക്ക് തിരിയുന്നു. ആ ശപിക്കപ്പെട്ട ആൾ ആ ശാപത്തിന് അർഹനല്ലെങ്കിൽ അവനിലേക്ക്, ശപിച്ചതാരാണോ അവനിലേക്ക് തന്നെ അത് തിരിയുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഒരു യാത്രയിൽ ഒരാൾ ഒരു ഒട്ടകത്തെ, വളർത്തുമൃഗമാകുന്ന ഒട്ടകത്തെ ശപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ആ ഒട്ടകത്തെ ശപിച്ചതിൻ്റെ പേരിൽ ഇനി ആ ഒട്ടകപ്പുറത്ത് നീ പോകരുത്. ആ ഒട്ടകത്തെ പിന്നിലാക്കിക്കൊണ്ട് മുന്നിൽ നീ നടക്കണം, അല്ലെങ്കിൽ എനിക്ക് വലിയ പ്രയാസം ഉണ്ടാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു എന്നാണ്. പലപ്പോഴും നാം ജീവികളെ ശപിക്കാറുണ്ട്. മഹാനായ ഇബ്നു അബി ഹുദൈൽ റളിയല്ലാഹു അൻഹു ആടിനെ ശപിച്ചാൽ പിന്നെ ആ ആടിൻ്റെ പാല് കുടിക്കാറില്ല. കോഴിയെ ശപിച്ചാൽ ആ കോഴിയുടെ മുട്ട കഴിക്കാറില്ല എന്നൊക്കെ നമുക്ക് മഹത്തുക്കളുടെ വചനങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ശാപമെന്ന് പറയുന്നത് തമാശയില്ല. ഒരു മുസ്ലിമിനെ ഒരാൾ ശപിച്ചാൽ ആ മുസ്ലിമിനെ ശപിക്കലത് വലിയ വൻദോഷമായിട്ടാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അത് ചെറുദോഷമായിട്ടും രേഖപ്പെടുത്തും. നാം ഒരാളെ ശപിക്കുമ്പോൾ ആ ശപിക്കുന്ന ആൾ ആ ശാപം ചിലപ്പോൾ നേരിട്ട് അദ്ദേഹം അർഹനാണെങ്കിൽ അദ്ദേഹത്തിലേക്ക് പെട്ടെന്ന് തന്നെ ആ ശാപം ചെല്ലുകയാണ്. ഇനി അത് അർഹനല്ല എങ്കിൽ ആ ശാപം അവനിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ്. അപ്പോൾ ശപിക്കുന്നത് കൊണ്ട് വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ് ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. കൂടുതൽ സ്ത്രീകളും എൻ്റെ വോയിസ് കേൾക്കുന്നവർ ശാപവാക്കുകൾ മക്കളെ, ഭർത്താക്കന്മാരെ, വീട്ടിലെ വസ്തുക്കളെ, മൃഗങ്ങളെ ശപിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അള്ളാഹു അത് ശ്രദ്ധിക്കാൻ ഭാഗ്യം നൽകട്ടെ. നാം വൃദ്ധരായിട്ടുള്ള, മറ്റൊരറിവാണ് വൃദ്ധരായിട്ടുള്ള ആളുകളെ, നമ്മളുമായി ബന്ധപ്പെടുന്ന വൃദ്ധരായിട്ടുള്ള പ്രായം ചെന്ന ആളുകളെ, അത് വാപ്പയാകാം, ഉമ്മയാകാം, കുടുംബാംഗങ്ങളാകാം, കൂട്ടുകാരാകാം, നാം ഇടപെടുന്ന മേഖലയിലെ ജനങ്ങളാകാം, ആ പ്രായമുള്ളവരെ നാം ഒന്ന് ബഹുമാനിച്ചാൽ മഹത്തുക്കൾ പറയുകയാണ്, നീ പ്രായമാകുമ്പോൾ നിന്നെ ബഹുമാനിക്കപ്പെടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായം ചെന്നവരെ വകവെക്കാനും അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരുടെ ആ പ്രായത്തിനനുസരിച്ച് അവരെ നമുക്ക് ആശ്വസിപ്പിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയ അറിവുകളുമായി അറിയാത്ത അറിവുകൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.